നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യ കത്തിച്ച് ഇസ്രയേൽ തുടങ്ങിവെച്ച ആക്രമണം ആളിപ്പടരുന്നു. ഇസ്രയേൽ നഗരങ്ങളിലേക്ക് ഇറാൻ ആക്രമണം തുടങ്ങിവെച്ചു. ഫത്ത മിസൈലുകൾ ഇസ്രയേൽ നഗരങ്ങളിൽ തീതുപ്പിയെന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. അയൺ ഡോം സംവിധാനം പല മിസൈലുകളെയും തടുത്തു എങ്കിലും ചിലതൊക്കെ പല നഗരങ്ങളിലും വീണു എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. എന്നാൽ ഇതിനുശേഷം തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ ഇസ്രയേൽ ഇറാനിലേക്ക് വീണ്ടും ആക്രമണം നടത്തി എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരികയാണ്. അടിക്ക് തിരിച്ചടി എന്ന രീതിയിലാണ് ഇരു രാജ്യങ്ങളും ഇപ്പോൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രയേൽ നഗരങ്ങളിൽ നിലയ്ക്കാതെ സൈറണുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ അപകടം മനസ്സിലാക്കിയതോടെ എല്ലാവരും തുരങ്കങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ്. സ്കൂളുകളും കോളേജുകളും എല്ലാം അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് ബങ്കറുകളിലേക്ക് മാറണം, എപ്പോൾ പുറത്തിറങ്ങണമെന്ന് ഭരണകൂടം പറയും അപ്പോൾ മാത്രം പുറത്തേക്ക് ഇറങ്ങിയാൽ മതി എന്നുള്ള നിർദ്ദേശമാണ് ജനങ്ങൾക്ക് ഇസ്രയേൽ കൊടുത്തിരിക്കുന്നത്. തുടരെ സൈറനുകൾ മുഴങ്ങുന്നതോടെ ഇസ്രയേൽ നഗരങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നിശ്ചലമായിരിക്കുകയാണ്. ഇസ്രയേൽ ഇപ്പോൾ പൂർണ്ണമായും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. യുദ്ധം തുടങ്ങി വെക്കുമ്പോൾ തന്നെ ഇസ്രയേലിന് കൃത്യമായി അറിയാമായിരുന്നു ഇറാൻ തിരിച്ചടിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും സുരക്ഷിതമാക്കുന്നതിനുള്ള നീക്കങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ തന്നെ ഇസ്രയേൽ തുടങ്ങിയിരുന്നു എന്നുള്ളത് വ്യക്തമാകുകയാണ്. ഇരു രാജ്യങ്ങളിലും ഇപ്പോൾ ആക്രമണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആളപായങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. എന്നാൽ ഇസ്രയേൽ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഇറാനിലേക്ക് മാത്രമല്ല ഇസ്രയേൽ ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത്, ലെബനനിലേക്കും ആക്രമണം നടത്തി ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ കത്തിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. ഇറാനിലേക്ക് ഒരു ആക്രമണം ഇസ്രയേൽ നടത്തുമ്പോൾ പല വഴിക്കൂടെ ഇസ്രയേലിന് നേരെ ആക്രമണം ഉണ്ടാകുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിനും മൊസാദും അതുപോലെ തന്നെ IDF-നും കൃത്യമായി അറിയാവുന്നത് കൊണ്ട് തന്നെ അടിവരാൻ സാധ്യതയുള്ള എല്ലാ മേഖലകളും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്കും ഇപ്പോൾ ആക്രമണം തുടങ്ങി വെച്ചിരിക്കുന്നത്. എന്നാൽ ഗാസയിൽ നിന്ന് ഒരാക്രമണം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ള കണക്കുകൂട്ടലുമുണ്ട്. കാരണം ഹമാസ് പൂർണ്ണമായും തകർന്നടിഞ്ഞിരിക്കുകയാണ്. എങ്കിലും ഒരാക്രമണം അവിടെ നിന്ന് ഉണ്ടാകുമോ എന്നുള്ളതും ഇപ്പോൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. എന്നാൽ ഇസ്രയേൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ശ്രദ്ധ പതിപ്പിക്കുന്നത് ഇറാനിലേക്കും അതുപോലെ തന്നെ ലെബനൻ, സിറിയ, ഇറാഖ് തുടങ്ങിയ മേഖലകളിലൊക്കെയാണ്. യമനിലേക്കും സൂക്ഷ്മമായ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. ഈ മേഖലകളിൽ നിന്നൊക്കെയാണ് ഇറാനെ പിന്തുണച്ച് ഇസ്രയേലിന് നേരെ ആക്രമണം വരാൻ സാധ്യതയുള്ളത്. ആ മേഖലകളെല്ലാം തന്നെ ബ്ലോക്ക് ചെയ്തുള്ള ഒരു ആക്രമണത്തിലേക്കാണ് ഇസ്രയേൽ ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഇറാനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ള ഒരു നീക്കത്തിലേക്ക് എത്തുന്നു. എന്നാൽ 4 ദിവസം ഈ ഒരു ആക്രമണം നീണ്ടു നിൽക്കും എന്നും ഇസ്രയേൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇതും കടന്നു പോകാനാണ് സാധ്യത. ഇവിടെ ഇസ്രയേൽ ലക്ഷ്യം വെക്കുന്നത് ആയത്തുള്ള അലി ഖമനേയിയെ ആണ് എന്നുള്ളത് ഏതാണ്ട് വ്യക്തമായിരിക്കുകയാണ്. അതായത് ഖമനേയിയുടെ ഓഫീസിന് സമീപമാണ് കഴിഞ്ഞ ദിവസം സ്ഫോടനം ഉണ്ടായത്. ഖമനേയും കുടുംബവും ഇപ്പോൾ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇസ്രയേലും US-ഉം സംയുക്തമായാണ് ആക്രമണം നടത്തിയത് എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ അമേരിക്ക തന്നെ പ്രഖ്യാപിച്ചും കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം US-ന്റെ F-22 യുദ്ധവിമാനങ്ങൾ ഇസ്രയേലിന്റെ എയർബേസിൽ എത്തിയിരുന്നു. 2 ഇടങ്ങളിൽ സ്ഫോടനം നടന്നതായാണ് ഇറാൻ മാധ്യമങ്ങൾ ആദ്യം റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ പല കേന്ദ്രങ്ങളിലേക്കും ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. ടെഹ്റാന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പുക ഉയരുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇറാനുമായി ചർച്ചയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതൃപ്തി അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. മുൻപ് തന്നെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു, ഞങ്ങൾ ആരുടെയും അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കില്ല, അമേരിക്ക ഒപ്പം നിന്നില്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് ഞങ്ങൾ ഇറാനെ ആക്രമിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു ഇസ്രയേൽ കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു തരത്തിലും യുറേനിയം സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കാൻ ഇറാൻ തയ്യാറായിരുന്നില്ല. ഇതുമാത്രമല്ല, അതിമാരകമായ മിസൈൽ പരീക്ഷണങ്ങൾ ഇറാനിൽ നടക്കുന്നുണ്ടായിരുന്നു. ഈ മിസൈലുകൾ പരീക്ഷിക്കുന്നത് ഇസ്രയേലിന്റെ നെഞ്ചത്തേക്കാണ് എന്നുള്ളത് കൃത്യമായി ബെഞ്ചമിൻ നെതന്യാഹുവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പൊടുന്നനെ കയറി അടിച്ചിരിക്കുന്നത്. ഇറാനെതിരായ 2ാം ഘട്ട ആക്രമണം തുടങ്ങിയതായിട്ടാണ് ഇസ്രയേൽ ആർമി റേഡിയോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. US-ന്റെ പൂർണ്ണ പിന്തുണയോടെയാണ് ആക്രമണമെന്നും ഇസ്രയേൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതോടുകൂടി അതായത് ഞങ്ങൾക്കൊപ്പം അമേരിക്കയും ഉണ്ട് എന്ന് ഇസ്രയേൽ പ്രഖ്യാപിക്കുമ്പോൾ അമേരിക്ക അവരുടെ സൈനിക താവളങ്ങൾ സംരക്ഷിക്കാനുള്ള നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതായത് ഇറാന് ചുറ്റുമുള്ള രാജ്യങ്ങളിലൊക്കെ അമേരിക്കയുടെ സൈനിക താവളങ്ങളുണ്ട്. ഇവിടങ്ങളിലേക്കൊക്കെ ഇറാൻ ആക്രമിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് സൈനികരോട് ജാഗരൂകരായിരിക്കണം എന്നുള്ള മുന്നറിയിപ്പാണ് കൊടുത്തിരിക്കുന്നത്.
ആക്രമണത്തിൽ പ്രതികരണവുമായി ഇറാൻ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ആക്രമണത്തിനുള്ള തിരിച്ചടി കടുത്തതാകുമെന്ന് ഇറാൻ പ്രതികരിച്ചു. അതിനുശേഷമാണ് ഇസ്രയേലിലേക്ക് ആക്രമണം തുടങ്ങി വെച്ചിരിക്കുന്നത്. ആക്രമണങ്ങളിൽ ഭയമില്ലെന്നും തളരുകയില്ലെന്നും മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട സന്ദേശങ്ങളിൽ ഇറാൻ സൈനിക മേധാവി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സംഭവങ്ങളുടെ അന്ത്യം ഇസ്രയേലിന്റെ കൈകളിലായിരിക്കില്ല എന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു. ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇസ്രയേൽ ഇറാനിലേക്ക് ബോംബ് ആക്രമണം നടത്തിയത്. പശ്ചിമേഷ്യയെ യുദ്ധഭീതിയിലാക്കിയാണ് ഇസ്രയേലിന്റെ നീക്കം. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ വിവിധ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് തന്നെയായിരുന്നു ആക്രമണം നടത്തിയത്. ടെഹ്റാനിൽ ശക്തമായ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി ഇറാനിയൻ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. ടെഹ്റാനിലെ യൂണിവേഴ്സിറ്റി സ്ട്രീറ്റിലും ജോംഹൌറി പ്രദേശത്തും നിരവധി മിസൈലുകൾ പതിച്ചിട്ടുണ്ട്. അതായത് തീമഴ പെയ്ച്ചു എന്ന് വേണം പറയാൻ. ഇസ്രായേൽ മാധ്യമങ്ങളും തൊട്ടു പിന്നാലെ ഇതെല്ലാം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇസ്രായേലിലെമ്പാടും സൈറനുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ ഭരണകൂടം നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇസ്രായേലിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പൊതുസമ്മേളനങ്ങൾ, അനിവാര്യമല്ലാത്ത തൊഴിലിടങ്ങൾ എന്നിവയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുരക്ഷാ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ യാത്രകൾ ഒഴിവാക്കണമെന്നും ബങ്കറുകൾക്ക് സമീപം തന്നെ തുടരണമെന്നും സൈന്യം ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇസ്രായേലിലെ എല്ലാ പൗരന്മാരും സുരക്ഷിത കേന്ദ്രങ്ങൾക്ക് സമീപം തന്നെ തുടരണമെന്ന് IDFും മുന്നറിയിപ്പ് നൽകി. ഇസ്രായേൽ ലക്ഷ്യമാക്കി മിസൈലുകൾ വരാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് പൊതുജനങ്ങളെ സജ്ജമാക്കുന്നതിനുള്ള മുൻകരുതൽ നടപടിയാണിതെന്ന് സൈന്യം വ്യക്തമാക്കിയിരുന്നു. സൈന്യത്തിന്റെ ഈ ഒരു നിർദ്ദേശം വന്ന് മിനിറ്റുകൾക്കകമാണ് ഇറാൻ ആക്രമണം തുടങ്ങി വെച്ചിരിക്കുന്നത്. ഖത്തറിലെ ഉദ്യോഗസ്ഥരോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ അമേരിക്ക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശനിയാഴ്ച പുലർച്ചെയാണ് ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചത്. ഇതിന് പിന്നാലെ തന്നെ അമേരിക്ക സൈനിക കേന്ദ്രങ്ങൾക്കെല്ലാം തന്നെ നിർദ്ദേശം കൊടുക്കുകയായിരുന്നു. ഇസ്രയേൽ ഇപ്പോൾ വ്യോമപാത അടച്ചിരിക്കുകയാണ്. അതിന്റെ റിപ്പോർട്ടുകളും പുറത്തേക്ക് വരികയാണ്. രാജ്യത്തെ മുഴുവൻ പ്രവർത്തനങ്ങളും അത്യാവശ്യ മേഖലകളിലേക്ക് ഇസ്രയേൽ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. പൊതുസ്ഥലങ്ങളിൽ ജനങ്ങൾ ഒത്തുചേരുന്നതും ഓഫീസുകൾ പ്രവർത്തിക്കുന്നതും ഇസ്രയേൽ സൈന്യം വിലക്കിയിരിക്കുകയാണ്. ഒരു കാരണവശാലും നിങ്ങൾ ബങ്കറുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങരുത് എന്നുള്ള നിർദ്ദേശവും ഇപ്പോൾ ജനങ്ങൾക്ക് ഇസ്രയേൽ കൊടുത്തിരിക്കുന്നു. ഖത്തറിലെ അമേരിക്കൻ എംബസി തങ്ങളുടെ ഉദ്യോഗസ്ഥർക്ക് ഷെൽട്ടർ ഇൻ പ്ലേസ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സൈനിക കേന്ദ്രങ്ങൾ മാത്രമല്ല, അമേരിക്കയുടെ എംബസികളും ആക്രമിക്കുമെന്ന് ഇറാൻ മുൻപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് എംബസികൾക്കും സുരക്ഷ ഒരുക്കാൻ അമേരിക്ക നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എംബസിയിലെ എല്ലാ ഉദ്യോഗസ്ഥരും നിലവിലുള്ള കെട്ടിടങ്ങൾക്കുള്ളിൽ തന്നെ തുടരണമെന്നും പുറത്തിറങ്ങരുതെന്നും നിർദ്ദേശം പോയിരിക്കുകയാണ്. ഖത്തറിലുള്ള എല്ലാ അമേരിക്കൻ പൗരന്മാരോടും ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇതേ സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കണമെന്നും അമേരിക്കൻ എംബസിയുടെ നിർദ്ദേശമുണ്ട്. ഇറാനിൽ നിന്നുള്ള ഭീഷണി നേരിടാൻ നടത്തിയ ആക്രമണമാണിതെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി. എന്നാൽ ഈ നീക്കം മേഖലയിൽ വൻതോതിലുള്ള സൈനിക നീക്കങ്ങൾക്ക് കാരണമാകുമോ എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. ഇറാൻ തിരിച്ചടി തുടങ്ങിയതോടെ പശ്ചിമേഷ്യ ഒരു യുദ്ധക്കളമായി മാറുകയാണ്. ഇറാൻ ഭരണകൂടത്തിൽ നിന്നുള്ള ഭീഷണി ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടാണ് സൈനിക നടപടിയെന്ന് ഡൊണാൾഡ് ട്രംപ് ന്യായീകരിച്ചു. ടെഹ്റാനിൽ US-ഉം ഇസ്രയേലും സംയുക്തമായിട്ടാണ് ആക്രമണം നടത്തിയത്. ഇത് ഇറാൻ ഇരന്നു വാങ്ങിയതാണെന്നും ഒരു തരത്തിലും ചർച്ചകളോട് അനുഭാവപൂർണമായ ഒരു നിലപാട് ഇറാൻ സ്വീകരിച്ചില്ലെന്നും അതുകൊണ്ടാണ് ഈ ഒരു അടി ഇപ്പോൾ ഇറാൻ ഇരന്നു വാങ്ങിയതെന്നും ഡൊണാൾഡ് ട്രംപ് പറയുകയാണ്. ഇറാൻ ഭരണകൂടത്തിൽ നിന്ന് അമേരിക്കൻ ജനതയ്ക്കുള്ള ഭീഷണി ഇല്ലാതാക്കുകയാണ് ആക്രമണത്തിന്റെ ലക്ഷ്യം. ഇറാനിലേത് അനിവാര്യ ആക്രമണമാണ് എന്ന് പറഞ്ഞ ട്രംപ് ഭരണമാറ്റത്തിനും ആഹ്വാനം ചെയ്തു. ഇസ്രയേലിന്റെയും അതുപോലെ തന്നെ അമേരിക്കയുടെയും ഒരേ ഒരു ലക്ഷ്യം ആയത്തുള്ള അലി ഖമനേയിയെ തീർക്കുക എന്നുള്ളതാണ്. ആണവ നിർവ്യാപന കരാറിലെത്തുന്നതിന് ഇറാൻ സഹകരിച്ചില്ല. അമേരിക്കൻ ജനതയുടെ രക്ഷയ്ക്കാണ് ആക്രമണം നടത്തിയത്. വ്യോമപാതകൾ അടച്ചതോടുകൂടി തന്നെ ഇസ്രയേൽ ഇപ്പോൾ മറ്റൊരു നിർദ്ദേശവും കൊടുത്തിരിക്കുകയാണ്. പുതിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ പൊതുജനം വിമാനത്താവളത്തിലേക്ക് വരരുത് എന്നാണ് നിർദ്ദേശം പോയിരിക്കുന്നത്. അതായത് യുദ്ധം തുടങ്ങി വെച്ചതോടുകൂടി അവിടുത്തെ ജനങ്ങൾ മറ്റ് സുരക്ഷിത ഇടങ്ങളിലേക്ക് പോകാൻ വിമാനത്താവളങ്ങളിലേക്ക് ഇരച്ചെത്തുന്ന ഒരു സമീപനം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നിർദ്ദേശവും കൂടി ഭരണകൂടം കൊടുത്തിരിക്കുന്നത്. അത്യാധുനിക യുദ്ധക്കപ്പലുകൾ, യുദ്ധവിമാനങ്ങൾ അടങ്ങിയ സന്നാഹങ്ങൾ വിന്യസിച്ച് പശ്ചിമേഷ്യയിൽ US തങ്ങളുടെ സൈനിക ശേഷി ഇപ്പോൾ ശക്തമാക്കിയിരിക്കുകയാണ്. ഇസ്രയേൽ അതിമാരകമായ ആക്രമണം തുടങ്ങി വെക്കുമ്പോൾ അമേരിക്ക നേരിട്ട് ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്തുമോ എന്നുള്ളതും കൂടി ലോകം ഉറ്റുനോക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിഘോരമായ ഒരു യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തും എന്നുള്ള ഒരു ഭയത്തിലാണ് അമേരിക്ക ഇപ്പോൾ. ഇസ്രയേൽ ഒരു വശത്തുകൂടി അതിമാരകമായ ആക്രമണം ഇറാനിലേക്ക് നടത്തുമ്പോൾ അതിനോടൊപ്പം തന്നെ അമേരിക്ക നേരിട്ട് കളത്തിലേക്ക് ഇറങ്ങി ഇറാനെ ആക്രമിക്കുമോ എന്നുള്ള ഒരു ഭയമാണ് ലോകത്തെ ഇപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്.
ഇറാനെതിരായ ഇസ്രയേൽ സൈനിക നടപടിക്ക് പിന്നാലെ മേഖലയിൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഇസ്രയേലിലെ ഇന്ത്യൻ പൗരന്മാർക്ക് വിദേശകാര്യ മന്ത്രാലയം അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. ഇസ്രയേൽ സുരക്ഷാ ഉദ്യോഗസ്ഥരും പ്രാദേശിക അധികൃതരും നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും എപ്പോഴും കരുതിയിരിക്കണമെന്നും എംബസി പുറപ്പെടുവിച്ച അറിയിപ്പിൽ പറയുന്നു. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ രാജ്യത്തിനകത്തുള്ള അനാവശ്യ യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കാനും പൗരന്മാരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ സുരക്ഷിതമായി ഇരിക്കാൻ നിശ്ചയിക്കപ്പെട്ട ഷെൽട്ടറുകൾക്ക് സമീപം തന്നെ തുടരണമെന്നും താമസ സ്ഥലത്തിനടുത്തുള്ള സുരക്ഷിത കേന്ദ്രങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പുതുക്കിയ സുരക്ഷാ വിവരങ്ങൾക്കായി ഔദ്യോഗിക വെബ്സൈറ്റുകളും പ്രാദേശിക വാർത്തകളും നിരന്തരം നിരീക്ഷിക്കണം. എന്തെങ്കിലും അടിയന്തര സഹായം ആവശ്യമുള്ളവർ ടെല്ലവീവിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണമെന്നും അധികൃതർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഇസ്രയേലിലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ആണവ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അമേരിക്കയും ഇറാനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രയേൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. അമേരിക്ക നൽകിയ അന്ത്യശാസനത്തിന് വഴങ്ങില്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ നിശ്ചയദാർഢ്യം പ്രകടമാക്കുന്നത് തന്നെയായിരുന്നു. ഒറ്റയ്ക്ക് നിന്ന് ലോക വൻ ശക്തിയെ വെല്ലുവിളിക്കാനുള്ള തന്റെ ഇടം ഞങ്ങൾക്കുണ്ടെന്നും ഞങ്ങൾ ആർക്കു മുൻപിലും മുട്ടുമടക്കാൻ പോകുന്നില്ല എന്നും ഇറാൻ വെല്ലുവിളിച്ചിരുന്നു. സംഘർഷമുണ്ടായാൽ കൊല്ലപ്പെടുന്ന അമേരിക്കൻ സൈനികരെ സംസ്കരിക്കുന്നതിനായി ആയിരക്കണക്കിന് ശവകുടീരങ്ങൾ സ്ഥാപിക്കാൻ ശേഷിയുള്ള ഒരു സ്ഥലം ടെഹ്റാനിലെ ബഹ്ഷദ് സഹറ സെമിത്തേരിയിൽ ഒരുക്കിയിട്ടുണ്ട് എന്ന് ഇറാൻ വെല്ലുവിളി നടത്തിയത്. ഇറാൻ സർക്കാരുമായി ബന്ധമുള്ള മെഹർ വാർത്താ ഏജൻസിയായിരുന്നു ഇത്തരത്തിൽ ഇറാന്റെ ഒരു വെല്ലുവിളി പുറത്തേക്ക് വിട്ടത്. എന്നാൽ ഇപ്പോൾ അതിമാരകമായ ഒരു സൈനിക നടപടി, ആക്രമണം ഇപ്പോൾ ഇറാൻ നേരിട്ടിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് കൃത്യമായ ഒരു നിർദ്ദേശം ഞങ്ങൾ നൽകിയിട്ടുണ്ട്. ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ അതിമാരകമായ ആക്രമണം ഞങ്ങൾ തിരിച്ചു നൽകും. അമേരിക്കയുടെ സൈനിക താവളങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ വിരൽ തുമ്പിലുള്ളത് എന്നുള്ള മുന്നറിയിപ്പായിരുന്നു ഇറാൻ കൊടുത്തത്. അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഏത് രാജ്യത്ത് തമ്പടിച്ചാണോ അമേരിക്കൻ സേന ആക്രമിക്കുന്നത് ആ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക ആസ്തികളിലും കൂടാതെ അമേരിക്കൻ എംബസികളെയും ആക്രമിക്കുമെന്ന മുന്നറിയിപ്പും ഔദ്യോഗികമായി തന്നെ ഇറാൻ നൽകിയിരുന്നു. ഇറാന്റെ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥനായ അലി ലാരിജാനിയാണ് സൗദി അറേബ്യ, ഖത്തർ, UAE എന്നിവ ഉൾപ്പെടെ രാജ്യങ്ങളിലെ ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ചയിൽ ഇക്കാര്യം അറിയിച്ചത്. ഇക്കാര്യം ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയെയും അറിയിച്ചിരുന്നു. ഇതിനുശേഷമാണ് തങ്ങളുടെ മണ്ണ് ഇറാനെതിരായി ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് അറബ് രാജ്യങ്ങൾ തീരുമാനമെടുത്തത്. എന്തായാലും ഇപ്പോൾ ഇസ്രയേലാണ് ആദ്യ അടി ഇറാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. തിരിച്ചടി തുടങ്ങിയിരിക്കുകയുമാണ് ഇറാൻ. പശ്ചിമേഷ്യ വീണ്ടും ഒരു യുദ്ധക്കളമായി മാറിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.